Assalamualaikum warahmatullahi taala wabarakatuh. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സൂഫിയാക്കൾ അതെ കാലത്തിനൊപ്പം കോലമാറാതെ ഇലാഹി സ്മരണയിൽ ലയിച്ചു ചേർന്നതായ ആളുകൾ. ആദ്യകാലം മുതൽക്ക് സൂഫിയാക്കൾക്ക് അനുവർത്തിച്ചു വരുന്നതായ ഒരു കാര്യമാണത്. വൈകേടത്തിലാകുന്ന വൈവേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സതുപദേശം നൽകി ഇലാഹി സ്മരണയിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അത്തരത്തിൽ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ച് എഴുതിയ ഹാജി അബ്ദുർ റസാഖ് മസ്താന്റെ ബിരുദത്തിൽ നിന്ന് ഒരൽപ്പം കേട്ടു നോക്കാം. അകം വെളിവാക്കിടടാ, അഞ്ചില്ല മറന്നിടടാ, അകം വെളിവാക്കിടടാ, അഞ്ചില്ല മറന്നിടടാ, അകം വെളിവാക്കിടടാ, അരിന്നടങ്ങട അതിലാടട അത് നേടട, അരിന്നടങ്ങട അതിലാടട അത് നേടട, അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട, അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട. ഹാജി തുടങ്ങുന്നത് അഞ്ചാകുന്ന ഇസ്ലാം കാലത്തിൽ അമർന്ന് ആറാകുന്ന ഈമാൻ കാലത്തിൽ അടങ്ങി അതിലുള്ള പരമപൊരുളിനെ പരമാനന്ദത്തിൽ ചെന്ന് ലയിച്ചു ചേരട എന്നാണ്. ഹാജി തുടരുകയാണ്. കൊഞ്ചിയിടല്ല എന്ത ദുനിയാവിടം, കൊഞ്ചിയിടല്ല എന്ത ദുനിയാവിടം, കോലം മാറിയിടും മുന്നോത്തിടും ഹൂളിടം, കോലം മാറിയിടും മുന്നോത്തിടും ഹൂളിടം, കൊതിയെന്നും കുൽഹുവല്ലാഹിനെ അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട, അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട. അഞ്ചിൽ അമർന്നിടടാ അദ്ദുനിയ സിജ്നുൽ മുഅ്മിനീൻ വജന്നത്തുൽ കാഫിരീൻ. ലോക പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് കാണാം. ഈ ലോകത്തിലുള്ള വിശ്വാസികളെ, ഈ ദുനിയാവിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് അവർക്ക് ഈ ദുനിയാവ് ജയിലറയും ഒരു കാഫിറിനെ ഈ ദുനിയാവ് എന്ന് പറയുന്നത് സ്വർഗവുമാണ്. അത്തരത്തിലുള്ള ഈ ദുനിയാവ് നീ കൊഞ്ചിടല്ല, മതിമറന്ന് ആഘോഷിക്കല്ല. കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ശാശ്വതമല്ല. നീ ആകുന്ന ഈ മാംസപിണ്ഡം കോലം മാറി മയ്യിത്തായി നിന്റെ നാഥനിലേക്ക് മടങ്ങുന്നതായ അവസ്ഥ അത് തീർച്ചയാണ്. കാരണം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണല്ലോ ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് മോനെ നീ ഹൂളിടണം. ഹൂളിടണം എന്ന് പറഞ്ഞാൽ ഹുവായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതം അത്രയും മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്നാണ് ഹാജി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല നിന്റെ കൊതികളെല്ലാം, നിന്റെ ആഗ്രഹങ്ങളെല്ലാം, നിന്റെ വികാരങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് കുൽഹുവല്ലയിലേക്ക് മുന്നിടിക്കുക എന്നാണ്. അഹദ് എന്നാണല്ലോ, ആ അഹദായ അല്ലാഹുവിലേക്ക് നിന്റെ കൊതികളെല്ലാം മുന്നിടിക്കുക എന്നാണ് ഹാജി ഓർമ്മപ്പെടുത്തുന്നത്. ഹാജി തുടരുകയാണ്. അലിസ്ലാം നീ മധു മറക്കേണ്ടടാ, അലിസ്ലാം നീ മധു മറക്കേണ്ടടാ, അരില്ലടങ്ങിയതും ആരിന്ത് പാരിടടാ, അരില്ലടങ്ങിയതും ആരിന്ത് പാരിടടാ, അരിവേഗം മുറബി കൂടട, അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട, അഹദോനെ ആദരിച്ചാനന്ദ കൊള്ളട. അഞ്ചിൽ അമർന്നിടടാ അലിഫായ അല്ലാഹുവിനെയും നീമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നീ മറന്നു കളയല്ല. കാരണം ഈ ലോകം പടക്കാൻ കാരണക്കാരനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകം, ഈ സുന്ദരമായ ലോകം പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആ അല്ലാഹുവിനെ അറിയാനും ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയാനും ഈ ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യം നേടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇടയിലില്ലാത്ത ആട്ടിപ്പറ്റങ്ങളെ പോലെ നീ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായ അവസ്ഥ വരും. ഇതാണ് ഹാജി നമ്മോട് ഉപദേശിക്കുന്നത്. സമാനമായ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ചെഴുതിയ ഹാജി അബ്ദുർ റസാഖ് മസ്താനത്തിന്റെ മറ്റൊരു ഗുരുത്വം നമുക്ക് കേട്ടു നോക്കാം. അല്ല ഒന്നാണ് നോത്ത് രസിക്കടാ, അതിൽ വക്കിൽ നീ ചേരാൻ സബബാണെടാ, അതിൽ വക്കിൽ നീ ചേരാൻ സബബാണെടാ, അഹമ്മദില്ലാതെ നീ ചേരൂലടാ.
ഓർത്ത് രസിക്കടാ അവര് ഹക്കിൽ ചേരാൻ സബബാനടാ അത് ഈമാൻ ഉറപ്പിക്കാൻ വേണടാ അഹമ്മദില്ലാതെ ദില്ലി ചേരൂലടാ അഹമ്മദില്ലാതെ ദില്ലി ചേരൂലടാ അഹദായ അല്ലാഹുവിലേക്ക് തന്നുള്ള ഏക മാർഗ്ഗമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഹദായ അല്ലാഹുവിലേക്ക് താൻ വേറൊരു മാർഗ്ഗം നമുക്കില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കും അഹദായ അല്ലാഹുവിലേക്ക് താൻ ആ ഒറ്റ മാർഗ്ഗമേയുള്ളൂ എന്നാണ് ഹാജി പറയുന്നത്. ഹാജി തുടരുകയാണ്. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ തായ്മയില്ലെങ്കിൽ തെണ്ടും ഉറപ്പടാ തായ്മയില്ലെങ്കിൽ തെണ്ടും ഉറപ്പടാ തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ തായ്മയില്ലെങ്കിൽ തെണ്ടും ഉറപ്പടാ തായ്മയില്ലെങ്കിൽ തെണ്ടും ഉറപ്പടാ നിന്റെ കേൾവി നിന്റെ കാഴ്ച നിന്റെതെന്ന് പറയട്ടെ നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ നിഗൂഢമായ കഴിവുകളുണ്ടോ പരസ്യമായ കഴിവുകളുണ്ടോ അതെല്ലാം അഹദായ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള പരമബോധത്തോടെ നീ നിന്നെ അറിയാൻ ശ്രമിക്കുക. നിനക്ക് നീ ആരാണെന്ന് തിരിഞ്ഞാൽ ആ അഹദായ അല്ലാഹു ആ അഹദായ ഹക്കം ആരാണെന്ന് നിനക്ക് തിരിയും. ആ ഹക്കമിന്റെ മുമ്പിൽ നീ തോന്നൽ മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാകും. അത്രമേൽ മനോഹരമായ വരികളാണ് ഇവ. ഈ വരികൾ ഇത്രയും നേരം കേട്ട നിങ്ങൾക്കും പറഞ്ഞ ഞങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.